വലിയൊരു വീടാണ്. ആ വീടിൻ്റെ വെളിയിൽ ഒരു ഫ്ലെക്സൊക്കെ വെച്ച് കെട്ടിയ ഒരു മുറി പോലെ ഒരു ചായ്പ് അതിൻ്റെ അകത്താണ് കിടത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ വീട്ടിൽ. അപ്പം വന്ന് ചോദിച്ചപ്പോൾ ഇവരൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥരാണ്. അതിലൊരാൾ ഗവൺമെൻറ് ജോലിക്കാരൻ, ഒരാൾ ബാങ്ക് ജീവനക്കാരൻ, മോള് ടീച്ചർ. ഇതാണ് അവസ്ഥ. പക്ഷേ അച്ഛൻ കിടക്കുന്നത് ചായ്പിൽ. ഒരു ജോത്സ്യരെ പോയി കണ്ട് ജോത്സ്യർക്ക് അവിടെ നിരത്തിയ ചേർന്ന് അച്ഛൻ പുഴുവെടുത്തേ മരിക്കും. അച്ഛൻ പുഴുവെടുത്തേ മരിക്കുമെന്ന് കേട്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമായിപ്പോയി. അപ്പം വീട്ടിൽ കിടന്ന് പുഴുവെടുത്ത് മരിക്കുന്നതിനേക്കാൾ വെളിയിൽ കിടന്ന് പുഴുവെടുത്ത് മരിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു തീരുമാനം അവരെടുത്തു. അവർ വെളിയിൽ പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഉപേക്ഷിച്ചു. യാതൊരു കെയറും കൊടുത്തില്ല. കുളിപ്പിച്ച് കഴിഞ്ഞപ്പം അദ്ദേഹം ആ വയ്യാത്ത കൈ കൊണ്ട് എനിക്കൊരു ഷേക്കൻഡ് തന്നു. കാരണം അദ്ദേഹം ദേഹത്ത് വെള്ളം നനഞ്ഞിട്ട് ഒരുപക്ഷെ മാസങ്ങളായിട്ടുണ്ടാവും. എൻ്റെ അച്ഛന് ഓൾറെഡി വയ്യാത്ത, ഇപ്പം ആക്സിഡൻറ്റ് പറ്റി കിടക്കുക. അപ്പം കൂടുതലും അങ്കിളാണ് വന്ന് ഡ്രസ്സ് ചെയ്യാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കിങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഒരു ശ്രദ്ധ വേണമല്ലോ. അപ്പം ആ ഒരു ഇതിൽ ഞാൻ അങ്കിളിനെ മിക്കപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പുകവലി കൂടിയതിൻ്റെയാണ് ഇത്രയും ഈ മുറിവ് ഇത്രയും വഷളാവാൻ കാരണം. അതിനു വേണ്ടി പുക വലിക്കുമായിരുന്നു. ആ ഒരു പാക്കറ്റ് സിഗരറ്റും ഒരു ബീഡിയോ ഡെയിലി. അത് ഇനിയിപ്പം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതൊരു പാഠമാണ്. തീർച്ചയായിട്ടും ഇത് എൻ്റെ ഒരു പാഠമായിട്ട് കാണണം അവർ. കാരണം അത്രയ്ക്കും പ്രശ്നമായി പുകവലി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു യേശുദാസിനെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. കൊല്ലം കുണ്ട്രയ്ക്കടുത്ത് മായങ്കോട് എന്ന സ്ഥലത്താണ് യേശുദാസ് ചേട്ടൻ താമസിക്കുന്നത്. 64 വയസ്സുള്ള ഇദ്ദേഹം ഇന്ന് ഈ സമൂഹത്തിലെ ചിലരുടെ കാണപ്പെട്ട ദൈവമാണ്. അതെന്തുകൊണ്ടെന്നും എങ്ങനെയെന്നും അദ്ദേഹവുമായി കുറച്ച് സമയം ചെലവഴിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഏവർക്കും മനസ്സിലാകും. എന്തായാലും ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണുള്ളത്. രാവിലെ ഏതാണ്ട് 7:30, 8 മണിക്കകത്തുള്ള സമയത്താണ് ഞാൻ ഈ വീടിന് മുന്നിൽ നിൽക്കുന്നത്. കാരണം കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പലവിധ കാര്യങ്ങളിലേക്ക് പോകും. അതൊക്കെ എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് ഏവർക്കും മനസ്സിലാവും. എന്തായാലും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. അദ്ദേഹം അകത്തുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. രാവിലെ വേറെ എന്തൊക്കെയോ ജോലിയുണ്ടെന്ന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം, കുറച്ച് സമയം അദ്ദേഹവുമായി ചെലവഴിക്കാം. അപ്പം ഞാൻ അകത്തേക്ക് ചെല്ലുകയാണ്. യേശുദാസേട്ടനകത്തുണ്ടെന്നാണ് പറഞ്ഞത്. ചേട്ടാ, ഓക്കെ. ഒരു ചെറിയ വീടും കുറച്ച് സ്ഥലവും, അതാണ് യേശുദാസേട്ടൻ്റെ ലോകം. കണ്ടില്ലേ? പുള്ളി ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് ഒരു മെഡിക്കേറ്റഡ് ബെഡാണ്. ആരോ ഉപയോഗിച്ചിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതായിരിക്കാം. അങ്ങനെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഈ വീട്ടിൽ കാണാൻ പറ്റും. കുറച്ചൊക്കെ ഉപയോഗിച്ചതും ഉപയോഗശൂന്യമായതും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. യേശുദാസേട്ടാ, അപ്പൊ രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എല്ലാം സ്വന്തമായിട്ടാണ് പാചകമൊക്കെ അല്ലേ? ചേട്ടൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ? അതെ, ഒറ്റയ്ക്ക്. വേറെ ആരുമില്ല? ഇല്ല. ചേട്ടൻ്റെ ബന്ധുക്കളൊക്കെ അടുത്തൊക്കെ തന്നെ ഉണ്ട്. ആണോ? എന്താണ് കല്യാണമൊന്നും കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ആ സമയത്തുണ്ടായ ചില
ശാരീരികമായ പ്രശ്നങ്ങൾ കാരണം. ശാരീരികമായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലെ ഞാൻ ഇച്ചിരി ഹാർട്ടിനൊക്കെ കംപ്ലൈൻ്റ് ഉള്ള ആളായിരുന്നു. ആഹാ. അത്ര അസുഖമുള്ള ഒരാൾ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണത് വേണ്ടെന്ന് വെച്ചത്. അല്ല, എന്തായിരുന്നു പ്രോബ്ലം? എനിക്ക് ഹാർട്ടിനും കുഴപ്പമുണ്ട്, ലങ്ങിനും കുഴപ്പമുണ്ട്. ലങ് എന്ന് പറയുന്നത് ഏതാണ്ട് 73% ചുരുങ്ങിപ്പോയി എന്നാണ് ശ്രീത്രയിലെ ഡോക്ടേഴ്സ് പറഞ്ഞത്. ആ, അപ്പോൾ അതെങ്ങനെ ചെറുപ്പത്തിൽ, അതായത് ജനിക്കുന്ന സമയത്തേ ഉണ്ടായിരുന്നു? ജനിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ 7 മാസത്തിൽ ജനിച്ച ആളാണ്. ഓ. അന്ന് ഈ പറയുന്ന പോലെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും വളർന്നിട്ടില്ല. 1962 ഒരു ഇൻക്യുബേറ്റർ പോലും ഇല്ലാത്ത ഒരു കാലമാണ് അന്ന്. അപ്പം എന്നെ വളർത്താൻ വേണ്ടി എൻ്റെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഒരു കമ്പിളിയിൽ പൊതിച്ച് അലമാരിക്കകത്ത് വരെ എടുത്ത് വയ്ക്കുമായിരുന്നു. അയ്യോ, അതെന്തിനാ? അത്ര ചെറുതായിരുന്നു, ഒരു മുയൽ കുഞ്ഞിൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വലിപ്പക്കുറവുണ്ടായിരുന്നു അല്ലേ? വലിപ്പക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൂച്ചയ്ക്ക് ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയാലെന്നുള്ള പേടിയിൽ. ഓ, പൂച്ചയോ നായ്ക്കളോ എങ്ങാണോ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി. കാരണം ഞാൻ ജനിച്ചത് മൂന്നാറിലാണ്. മൂന്നാറിലോ? അവിടെ കാട്ടുപൂച്ചകളൊക്കെ ഉള്ള. ഓഹോ. അതുകൊണ്ടാണ് അത്രയും ഒരു കെയർ എനിക്ക് തരേണ്ടി വന്നത്. മൂന്നാറിൽ പോകാനുള്ള കാര്യം? ഫാദറിന് അവിടെ ആയിരുന്നു ജോലി. എസ്റ്റേറ്റിലായിരുന്നോ? എസ്റ്റേറ്റിലല്ല, പുള്ളി അവിടെ വാച്ച് മെക്കാനിക്കായിരുന്നു. ഓ, ആ ശരി. അങ്ങനെ അവിടെ ആയിരുന്നു. ആ. അപ്പോൾ ഈ പൂച്ച അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ, ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന സമയത്ത് പൊതിഞ്ഞ് അലമാരയിൽ വെക്കും. ഓ, ശോ. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ല. അങ്ങനെ തന്നെ പോയി. ഇപ്പോഴും ലങ്ങിനൊക്കെ ചെറിയ കുഴപ്പമുണ്ട്. ലങ്ങിന് നല്ല കുഴപ്പമുണ്ട്, ഹാർട്ടിന് ചെറിയൊരു കുഴപ്പമേ ഉള്ളൂ ഇപ്പം. എങ്കിലും നല്ല രീതിയിലുള്ള ചികിത്സയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കല്യാണം കഴിക്കണ്ട എന്ന് സ്വയം എടുത്തൊരു തീരുമാനമാണോ അതോ? അതെ, സ്വയം എടുത്ത തീരുമാനം. അതെന്താ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട്? കല്യാണം കഴിഞ്ഞ് അഥവാ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ വിവാഹം കഴിച്ച പെണ്ണിനെ സമൂഹം കാണുന്നത് ഒരു വിധവയായിട്ടായിരിക്കും. പിന്നീട് അവരെ കല്യാണത്തിന് വിളിക്കാറില്ല, പാലുകാച്ചിന് വിളിക്കാറില്ല. അവരെ സമൂഹം ശരിക്കും ഒറ്റപ്പെടുത്തും. ആ ഒരു അവസ്ഥ ഞാൻ കാരണം ആർക്കും ഉണ്ടാവരുത് എന്നുള്ളൊരു ചിന്തയിലാണ് വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചത്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പം എല്ലാ വിധവകൾക്കും ഈ പറഞ്ഞ പോലെ സമൂഹത്തിലൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു? ഇപ്പം അങ്ങനെ വലുതായിട്ടില്ലെങ്കിലും ഒരു 30 വർഷം മുമ്പൊക്കെ നല്ല സമൂഹത്തിലുണ്ടായിരുന്നു. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ചേട്ടൻ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതം നേരിട്ട് കണ്ടു കാണും, അങ്ങനൊരു അനുഭവം ഉണ്ടാവുകയും. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾ അങ്ങനെ ആവണ്ട എന്നൊരു തീരുമാനം എടുത്തു കാണും അല്ലേ? അതെ. ഇപ്പോൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് എന്ന് ഇന്നിപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. യശോ ചേട്ടാ, ഇപ്പോൾ ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? വാച്ച് റിപ്പയറിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതാണ് എൻ്റെ ജോലി. ഫാദറിൽ നിന്നും പഠിച്ചതാണ്. അതെവിടെ ഇപ്പോൾ? കട എവിടെയാണ്? ഇപ്പോൾ ഇരവിപുരത്ത്. ഇപ്പോൾ രാവിലെ അങ്ങോട്ട് പോകുമോ അതോ? 1-2 പേഷ്യൻസ് ഉണ്ട്, അവരെ ക്ലിയർ ചെയ്തിട്ട് അങ്ങോട്ട് പോകണം. പേഷ്യൻസ്, അത് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായിട്ടാണ് പേഷ്യൻസിനെയൊക്കെ നോക്കാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. അതേക്കുറിച്ച് ഞാൻ കുറേ ഏറെ കാര്യങ്ങൾ യേശുദാസ് ചേട്ടൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ അറിഞ്ഞു. ഈ ആതുര സേവനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാനായിട്ടുള്ള ഒരു തോന്നൽ വരുന്നത് എപ്പോഴായിരുന്നു? ഇത് ഫുള്ളായിട്ട് ഇറങ്ങിയത് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ. എൻ്റെ മദറിന് ഒരു ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ മദറിനെ കാണാൻ പോകുമ്പോൾ മദർ തന്നെ പറയും, ഇന്ന റൂമിൽ കിടക്കുന്ന ആളിന് ചായ മേടിച്ചു കൊടുക്കാൻ ആരുമില്ല, അപ്പം നീ പോയി ചായ മേടിച്ചുകൊണ്ട് വന്നേരെ. എൻ്റെ അടുത്ത് മാത്രമല്ല, എൻ്റെ സഹോദരങ്ങളുടെ അടുത്തും പറയും, ഞങ്ങൾ ആരെങ്കിലും പോയി ചായ മേടിച്ചുകൊണ്ടെന്ന് കൊടുക്കും. ഇങ്ങനെ ഒരു ആതുര സേവനം, മറ്റുള്ളവരെ സഹായിക്കുന്നത് വലിയൊരു സംഭവമാണ് എന്നൊരു ചിന്തയിലേക്ക് കുട്ടിക്കാലത്തെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതിൽ എൻ്റെ മാതാപിതാക്കളാണ് അങ്ങനെ ഒരു വിത്ത് ഞങ്ങളുടെ ഉള്ളിൽ പാകിയത്. എനിക്കറിയാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റെല്ലാത്തിനേക്കാളും സ്വന്തം ജീവിതത്തെക്കാളും സ്വന്തം താല്പര്യങ്ങളെക്കാളും ഒക്കെ ഈ മറ്റുള്ളവരുടെ കാര്യത്തിനാണ് ചേട്ടൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതും ഞാൻ അറിഞ്ഞ അല്ലെങ്കിൽ കേട്ടപ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം, അതായത് മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പോലും എഴുതിത്തള്ളിയ ചില കേസുകൾ, അത്രത്തോളം മനുഷ്യന് കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ചില കേസുകൾ പോലും ചേട്ടൻ ഒറ്റയ്ക്ക് പോയി അറ്റൻഡ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന പരിചരണം കൊടുത്ത് അത് സുഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ എന്നെ അറിയിച്ചാൽ, ഇപ്പം ചില പാലിയേറ്റീവ് കെയറുകൾ പോലും എന്നെ അറിയിക്കാറുണ്ട്. ഇന്നടുത്ത്
ഒരു പേഷ്യൻ്റ് ഉണ്ട്, എന്ന പോലെ ചെയ്യണം, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് അഡ്രസ്സും മേടിച്ച് ഫോൺ നമ്പറും മേടിച്ച് ഞാനങ്ങ് പോയി ഈ ചെയ്യുന്ന പതിവ്. അതിന് എനിക്ക് മറ്റ് ചില ഡോക്ടേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ജാതി ചിന്തയോ മതചിന്തയോ ആ ഒരു ചിന്ത കുട്ടിക്കാലം പോലെ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പകരം ഞങ്ങൾക്ക് സ്നേഹമാണ്, ഇതാണ് യഥാർത്ഥ ജീവിതം, യഥാർത്ഥ സ്നേഹം ഇതാണ്, യഥാർത്ഥ നന്മ എന്നൊരു അവസ്ഥ ഞങ്ങൾക്ക് യഥാർത്ഥ ഒരു ചിന്ത ഞങ്ങൾക്ക് അന്നേ ഉണ്ടായിരുന്നു. ആ ചിന്ത ഇപ്പോഴും കുറഞ്ഞിട്ടില്ല, അത് അതേപോലെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ വീടുകളിലും ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുടെ വീടുകളിലും ഞാൻ ഓടിയെത്തുന്നത്. ഈ പരിചരണത്തിനൊക്കെ ചെല്ലുമ്പോൾ പല തരത്തിലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കാം. അല്ല, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഇതിനെയൊക്കെ ആൾക്കാർ നേരിടുന്നത് അല്ലെങ്കിൽ പരിചരിക്കുന്നത്? പരിചരിക്കുന്നതെന്ന് പറയുമ്പോൾ ചില വീട്ടുകാർ ആ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ വീട്ടിലെ പേഷ്യൻറ്റിന് വളരെ ശ്രദ്ധയോടുകൂടി വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി നോക്കുന്ന കണ്ടിട്ടുണ്ട്. നേരെ മറിച്ചുമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ ഞാൻ പോയപ്പം എന്നെ അവിടെയുള്ള ആശാവർക്കറും അവിടെയുള്ള ഹെൽത്ത് സെൻ്ററിലെ ഒരു സിസ്റ്ററുമാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പം ഈ പേഷ്യൻ്റ് വലിയൊരു വീടാണ്, ആ വീടിൻ്റെ വെളിയിൽ ഒരു ഫ്ലെക്സൊക്കെ വെച്ച് കെട്ടിയ ഒരു മുറി പോലെ ഒരു ചായ്പ് അതിൻ്റെ അകത്താണ് കിടത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ വീട്ടിൽ. അപ്പം വന്ന് ചോദിച്ചപ്പോൾ ഇവരൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥരാണ്. അതിലൊരാൾ ഗവൺമെൻറ് ജോലിക്കാരൻ, ഒരാൾ ബാങ്ക് ജീവനക്കാരൻ, മോള് ടീച്ചർ. ഇതാണ് അവസ്ഥ. പക്ഷേ അച്ഛൻ കിടക്കുന്നത് ചായ്പിൽ. ഈ ചായ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ട് വെറുതെ വന്ന് ഷെഡ് പോലെ കെട്ടി ഒരു വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മറ. എന്തായിരുന്നു അദ്ദേഹത്തിന് അസുഖം? എന്തായിരുന്നു? അദ്ദേഹം ഓൾഡ് ഏജ് ആണ്. ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോക്ക് പോലെ വന്നപ്പം ഇവർ ഉടൻ തന്നെ 3 പേരും കൂടി വളരെ എങ്ങനെ പറയുക, വളരെ ക്വിക്കായിട്ട് ഒരു ജോത്സ്യരെ പോയി കണ്ട്, ജോത്സ്യർക്ക് അവിടെ നിരത്തിയറിഞ്ഞ് അച്ഛൻ പുഴുവെടുത്തേ മരിക്കൂ. അച്ഛൻ പുഴുവെടുത്തേ മരിക്കുമെന്ന് കേട്ടപ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കര വിഷമായിപ്പോയി. അപ്പം വീട്ടിൽ കിടന്ന് പുഴുവെടുത്ത് മരിക്കുന്നതിനേക്കാൾ വെളിയിൽ കിടന്ന് പുഴുവെടുത്ത് മരിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു തീരുമാനം അവരെടുത്തു. അവർ വെളിയിൽ പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഉപേക്ഷിച്ചില്ല. ആഹാരം കൊടുക്കുന്നുണ്ട്. എന്നാലും അവർക്ക് ഭയന്നിട്ട് യാതൊരു കെയറും കൊടുത്തില്ല. ഇതായിരുന്നു അവസ്ഥ. ഞങ്ങളവിടെ ചെന്ന് സംസാരിച്ച മൂത്ത മോൻ പറഞ്ഞ ഇതാണ്, അച്ഛൻ അകത്ത് കിടന്ന് പുഴുവെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അവസാനം ഈ പേഷ്യൻറ്റിനെ ഞങ്ങൾ തന്നെ പോലീസിനെ അറിയിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഭീഷണിപ്പെടുത്തി വീട്ടിൻ്റെ അകത്ത് കൊണ്ടുവന്നു. വീട്ടിൻ്റെ അകത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ നല്ല ഭംഗിയായിട്ട് മുടിയൊക്കെ വെട്ടി ഷേവ് ചെയ്ത്. ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? കൊണ്ടപ്പോൾ മുടിയൊക്കെ നീട്ടി വളർത്തി ഏതാണ്ട് ചെവിയൊക്കെ മറഞ്ഞു കിടക്കുന്ന അത്രയും നീളത്തിന് മുടിയൊക്കെ തലയിൽ അവർ ശ്രദ്ധിക്കുന്നുമില്ല, ചെയ്യുന്നുമില്ലായിരുന്നു. കുളിപ്പിച്ച് കഴിഞ്ഞപ്പം അദ്ദേഹം ആ വയ്യാത്ത കൈ കൊണ്ട് എനിക്കൊരു ഷേക്കൻഡ് തന്നു. കാരണം അദ്ദേഹം ദേഹത്ത് വെള്ളം നനഞ്ഞിട്ട് ഒരുപക്ഷെ മാസങ്ങളായിട്ടുണ്ടാവും. വേറെ ഒന്നും പറഞ്ഞില്ല. അകത്ത് കയറ്റി പറഞ്ഞ് ഇനി പുഴുവെടുക്കത്തില്ല എന്നുള്ളതിന് ഞങ്ങൾ 3 പേരും ഗ്യാരണ്ടി തരാം. അരമണിക്കൂറിനകം കണ്ണ് തുറന്ന് അദ്ദേഹം അപ്പോഴും കൈ ഉയർത്തി തന്നെ ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നുള്ളായിരുന്നു. എന്നാലും ചെറുതായിട്ട് ആ വിരൽ തന്നെ ഉയർത്തി കാണിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം, ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് ഇപ്പോഴും തന്നെ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഓർക്കും. എനിക്ക് തോന്നുന്നു 100 കണക്കിന് കേസുകൾ ചേട്ടൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ അത്ഭുതവും അതിശയം തോന്നിയ ഒരു കാര്യം, ഇതിലൊന്നും 1 രൂപ കാശ് പോലും യേശുദാസേട്ടൻ വാങ്ങാറുമില്ല എന്ന് ഞാൻ അറിഞ്ഞു. മേടിക്കാറില്ല. പക്ഷേ ഇപ്പം ചിലരൊക്കെ വലിയ ഇച്ചിരി സമ്പന്നനായ ഒരു വ്യക്തി, അദ്ദേഹം എന്നോട് പറഞ്ഞ് എനിക്ക് പൈസ തരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, പക്ഷേ നിങ്ങൾ മേടിച്ചില്ലെങ്കിൽ നിങ്ങളിവിടെ വരണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും പൈസ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിൽ നിന്ന് മേടിക്കാതിരിക്കുന്ന മോശമാണ്. അപ്പോൾ ഞാൻ ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇപ്പോൾ കത്തീഡ്രും ബാഗും ഒക്കെ അതിൻ്റെ കാശായിട്ട് അത് തന്നാൽ മതി, അല്ലെങ്കിൽ മേടിച്ച് വയ്ക്കുക, ഞാൻ വന്ന് ഇട്ട് തരാം. അതിൽ വേറൊരു കാര്യം, ചേട്ടൻ ഈ വാച്ച് കടയിൽ പോയി അവിടെ ഇരുന്ന് ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണ് വരുമാന മാർഗം, അല്ലെ, വരുമാനമുള്ളത്.
അതൊരു പക്ഷേ വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. കാശാണ്. അതുകൂടാതെ ഇരയൂരത്തുള്ള 2 പേര് എനിക്ക് ചെറിയൊരു സംഭാവന, തരാറുണ്ട്. ചെറിയ സംഭാവന തരുന്നുണ്ട്. 5 പേര് തന്നോണ്ടിരുന്നാൽ ഇപ്പൊ 2 പേരെ തരുന്നുള്ളൂ. അപ്പൊ ഈ പൈസ മുഴുവനും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ആതുര സേവനത്തിന് വേണ്ടിയിട്ട് മാത്രം ചെലവഴിക്കുന്നു എന്നാണ് അറിഞ്ഞത്. അതെ, മുഴുവൻ പൈസയും അല്ലാതെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയോ വിനിയോഗിക്കാറില്ല. ഇതേപോലെ അശരണരായിട്ടുള്ള രോഗികൾക്ക് അവർക്ക് എന്തൊക്കെയാണോ ആവശ്യം, ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു എന്നുള്ളതാണ് യേശുദാസേട്ടൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എനിക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഒരു തരത്തിലുള്ള ആഡംബര വസ്തുവും ഞാൻ എൻ്റെ വീട്ടിൽ കാണാൻ പറ്റില്ല, ആ TV അല്ലാതെ. ടിവിയും അയൺ ബോക്സും അല്ലാതെ വേറെ ഒരു ആഡംബര വസ്തു ഇല്ലാതെ ജീവിക്കുന്നു. ആ ഒരു രീതിയിൽ ഞാനങ്ങ് ശീലിച്ചു. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് അത് തോന്നാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം കറണ്ട് ബില്ല് ഉൾപ്പെടെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ചില വീടുകളിൽ, തീരെ നിവൃത്തിയില്ലാത്ത വീടുകളിൽ, തലേദിവസം ഏതെങ്കിലും പേഷ്യൻ്റ്, കുറച്ച് സമ്പന്നരായ ഏതെങ്കിലും പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ പോവുകയും അവരെന്തെങ്കിലും തരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാശിന് മേടിച്ച അരിയും മറ്റു മുളക് സാധനങ്ങളും ആയിരിക്കും. അത് ഏതെങ്കിലും പാവപ്പെട്ട ഒരു വീട്ടിൽ കൊടുക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നു. അതും കൊണ്ട് കൊടുക്കും? അത് കൊണ്ടേ കൊടുക്കും. അല്ലാതെ ചേട്ടനായിട്ട് എടുക്കാറേ ഇല്ല? ഇല്ല. അവർ തരുന്ന പൈസയ്ക്ക് അരിയോ അങ്ങനത്തെ പല വ്യഞ്ജനങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും ഏതെങ്കിലും പാവത്തുങ്ങൾക്ക്, അതിനാവശ്യമുള്ള ആർക്കാന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കും. അതെ. ഒരു പേഷ്യൻറ്റിനെ കുറച്ച് കാശ് ഞാൻ കീമോയ്ക്ക് കൊടുക്കാനായിട്ട് സംഘടിപ്പിച്ച് വേറെ 1-2 പേരെ കണ്ട് അവരുടെ നിന്ന് കീമോയ്ക്കുള്ള കാശും മേടിച്ച് അതിൽ ഒരാളുടെ കാറും ഏർപ്പാട് ചെയ്ത് അവിടെ ചെന്ന് ഈ കാശ് കൊണ്ടുപോയി കൊടുത്ത്, എന്നിട്ട് നാളെ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് കാറ് വരും, നിങ്ങൾ അതിൽ കയറി പോയാൽ മതി, പെട്രോൾ മാത്രം കൊടുത്താൽ മതി, അത് ഞാൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഇവർ പോയില്ല. 2 ദിവസം കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, മോൻ ആ കാശ് കൊണ്ട് CC അടച്ചു. ബൈക്കിൻ്റെ CC മുടങ്ങി കിടക്കുവായിരുന്നു, അതുകൊണ്ട് അടച്ചു. അപ്പോൾ അമ്മ ചികിത്സിക്കപ്പെട്ടില്ലേലും വേണ്ടില്ല, എൻ്റെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കണം. ചേട്ടാ, ഇവിടെ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുമ്പോഴേ അപ്പം ചേട്ടന് ചില അവശതകൾ ഉണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? സാധാരണ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പം എൻ്റേതായ രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് സാധിക്കാതെ വന്ന ഒരു ദിവസം വളരെ കൂടുതലായിരുന്നു. ശ്വാസം വെച്ചാൽ ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പം ഞാൻ ഈ കുട്ടിയാണ് വിളിച്ചത്. ആരെ? ഈ കുട്ടിയെ. ഈ നിൽക്കുന്ന ആളോ? അതെ. അത് ശരി. അന്ന് അങ്കിൾ ഇവിടെ വെള്ളം കോരാൻ നിൽക്കായിരുന്നു. അപ്പം ഞാൻ കടയിൽ പോകാൻ വേണ്ടി ഇതുവഴി വന്നപ്പം അങ്കിള് വെള്ളം കോരുന്ന ടൈമിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കുള്ള നമുക്കറിയാം, ഇപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഇടയ്ക്ക് വന്ന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്കിളുടെ അടുത്ത് ചോദിച്ചു, എന്തോ പറ്റി, വയ്യേ, ഞാൻ വെള്ളം കോരി തരണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, ശ്വാസമുട്ടിൻ്റെ ഒക്കെ ചെറിയ അസുഖവും അസ്വസ്ഥതയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എന്തെങ്കിലും പറ്റി പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞില്ല, ഓക്കെയാണ്, കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ശരി. എന്നിട്ട് ഞാൻ പിന്നീട് വന്നിട്ട് ഞാൻ നോക്കി, അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. കാഞ്ചന, അപ്പം ചേട്ടൻ എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം കാഞ്ചനയാണോ വിളിക്കുന്നത്? കാഞ്ചനയുടെ ഒരു നോട്ടം എപ്പോഴും ഇവിടെ ഉണ്ട്. കാരണം വെച്ചാൽ എൻ്റെ അച്ഛന് ഓൾറെഡി വയ്യാത്ത, ഇപ്പം ആക്സിഡന്റ് പറ്റി കിടക്കുക. അപ്പം കൂടുതലും അങ്കിളാണ് വന്ന് ഡ്രസ്സ് ചെയ്യാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കിങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഒരു ശ്രദ്ധ വേണമല്ലോ. അപ്പം ആ ഒരു ഇതിൽ ഞാൻ അങ്കിളിനെ മിക്കപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് സമയം ഞാൻ അദ്ദേഹത്തെ പിടിച്ച് നിർത്തിയില്ല, പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പം ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലേക്ക് യേശുദാസേട്ടൻ എന്തോ ഒരു ചെറിയ ട്രീറ്റ്മെന്റിന് വേണ്ടി പോവുകയാണ്. ഇത് കഴിഞ്ഞ് നേരെ കടയിലേക്ക് പോവോ? ഇങ്ങനെയാണ് സാധാരണ എല്ലാ ദിവസവും പോകാറുള്ളത് അല്ലേ? ഓക്കെ, പോയിക്കോ, ഞാൻ പറയാൻ വന്നോളാം. ഇവിടെ അടുത്തൊരു വീട്ടിലേക്കുള്ള പോക്കാണ്. ഞങ്ങളിതാ ഇവിടെ എത്തി. അച്ഛനെന്തേ? ഇതാ കാഞ്ചനയുടെ വീടാണോ? അതെ അതെ. ആണോ? അത് ശരി. ഹലോ, നമസ്കാരം. നമസ്കാരം.
നടക്കാനൊക്കെ പറ്റുമോ? നടക്കാൻ ചെറുതായിട്ട് ഇവിടെ നടക്കാം ചെറുതായിട്ട്. ആ അല്ല, ഇത് എന്ത് പറ്റിയതാ? ഇത് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഞൊണല് വന്ന് വലിയ വ്രണമായതാ. ഈ പുകവലി കാരണമാണ് ഇത് ഇത്രയും വഷളായത് മുറിവ്. അയ്യോ. ഇത് കരിയാൻ ഇനിയും 2 മാസം പിടിക്കുമെന്നാണ് പറയുന്നത്. ഒരു 2 ആഴ്ചയോളം ഡിസ്ട്രിക്റ്റിലായിരുന്നു. ഇപ്പം വീട്ടിൽ ഒന്നുകൊന്നരാളുള്ള ഡ്രസ്സിങ് അച്ചാനാണ് ചെയ്തിരുന്നത്. പുകവലി കൊണ്ട് എന്ത് സംഭവം? പുകവലി കൊണ്ട് പുകവലി കൂടിയതിൻ്റെയാണ് ഇത്രയും ഈ മുറിവ് ഇത്രയും വഷളാവാൻ കാരണം. അതിനു വേണ്ടി പുകവലിക്കുമായിരുന്നോ? ആ ഒരു പാക്കറ്റ് സിഗരറ്റും 1 ബീഡിയോ ഡെയിലി. ഓരോ ദിവസം? ഓരോ ദിവസം. അതും ലോക്കൽ സിഗരറ്റാ. അതാണ് ഇത്രയും ഇതായത്. ഏറ്റവും ലോക്കൽ സിഗരറ്റ് എന്ന് പറയുമ്പോൾ 5 രൂപയ്ക്ക് കിട്ടുന്ന സിഗരറ്റ് ഉണ്ട്. ഒരു പാക്കറ്റ് 50 രൂപ. അത് ഡെയിലി 1 പാക്കറ്റ് തീരും, പിന്നെ 1 ബീഡിയും തീരും. ഇപ്പം എന്തായാലും 58 ദിവസമായി. അന്ന് അതിനുശേഷം ഇങ്ങോട്ട് പുകവലിയില്ല. ഇല്ല. ഇനി അത് വലിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ഇനി വലിച്ചാലും പാടാ. അന്ന് ഉപേക്ഷിച്ച്. അതെ. ഇനി അത് ഉപേക്ഷിച്ചല്ലേ വെക്കും. എന്താ ചെയ്യുന്ന ജോലി? എന്താ ജോലി? ബിൽഡിങ്ങിൻ്റെ കമ്പിപ്പണിയാണ്. കമ്പിപ്പണി. ഇപ്പം ഇത്രയും ദിവസത്തെ പണിയും പോയി. അപ്പം തന്നെ 58 ദിവസമായി. ഇനി ഒരു 2 മാസം പിടിക്കുമെന്നാണ് മറ്റേ ഡ്രസ്സ് ചെയ്യുന്ന അച്ചായൻ പറയുന്നത്. 2 മാസം പിടിക്കും. കാരണം അത്രയും ഇതുണ്ട് മുറിവുണ്ട്. അത് ഇനിയിപ്പം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതൊരു പാഠമാണ്. തീർച്ചയായിട്ടും ഇത് എൻ്റെ ഒരു ഇത് പാഠമായിട്ട് കാണണം അവർ. കാരണം അത്രയ്ക്കും പ്രശ്നമായി പുകവലി. ഇത് ഇങ്ങനെയൊക്കെ മുറിവുകൾ പറ്റി കഴിഞ്ഞാൽ കരിയാൻ പാടുപെടും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ജീവിതത്തെ തന്നെ അത് ബാധിക്കുകയല്ലേ? ജീവിതത്തിൽ ഒരു വലിയ മുറിവ് പറ്റുകയല്ലേ അല്ലേ? പിന്നെ ഇതിപ്പം 2-4 മാസം എന്ന് പറയുമ്പം എത്ര ദിവസത്തെ ജോലിയും പോയി, വീട്ടുകാർക്കും ബുദ്ധിമുട്ട്. യേശുദാസേട്ടനാണ് വന്ന എല്ലാ രീതിയിലും മരുന്ന് വരെ കൊണ്ടുവന്ന ഡ്രസ്സ് ചെയ്ത് തരുന്നത്. ഈ തുണിയും പഞ്ഞിയും മറ്റ് മരുന്ന് എല്ലാം ഒരാൾ അടുത്തുള്ളത് കാര്യം. ഇല്ലെങ്കിൽ എനിക്ക് ഒന്നുകൊന്നരാടെ ഹോസ്പിറ്റലിൽ പോകുമ്പം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി ചെയ്ത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടോ കൂലി, പിന്നെ ഒരാൾ കൂടെ വരണം. ഇതെന്താ ചോര വന്നിരിക്കുന്നത്? ഇതിപ്പം ഒരു കുറച്ച് ദൂരം നടന്നപ്പം ഈ പറ്റിയതായത്. നടന്ന കാലനങ്ങിയില്ലേ, മുറിവ് അനങ്ങുമ്പോൾ അങ്ങനെ. ഇതിപ്പം ഇവിടെ നടന്നാലും ഇങ്ങനെ ഉണ്ടാവും. ഇത്ര കൂടുതൽ ദൂരം നടക്കുമ്പോഴാണ് ഇത്രയും ബ്ലഡ് ചാടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് യേശുദാസേട്ടൻ്റെ വിശേഷങ്ങൾ. ഇതൊക്കെ അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഏവരുടെയും മനസ്സിൽ ആ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മ വരികയാണ്. ഇദ്ദേഹം സമൂഹത്തിലെ ചിലരുടെ കാണപ്പെട്ട ദൈവം തന്നെയാണ്. അനിവാര്യമായ സമയത്ത്, അതും ആരാരും പറഞ്ഞറിയാതെ അല്ലെങ്കിൽ ഒന്നും അറിയാതെ അപ്രതീക്ഷിതമായി കടന്നു വന്ന് ജീവിതത്തിൽ ഇത്തരം ചില വേളകളിൽ നമുക്ക് ചില സഹായങ്ങൾ, അതും വിലപ്പെട്ട സഹായങ്ങൾ ചെയ്തു തരുന്ന ഇദ്ദേഹത്തെ പോലുള്ളവരെ നമുക്ക് അങ്ങനെയല്ലേ വിശേഷിപ്പിക്കാൻ പറ്റൂ, ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങൾ എന്ന്. അത് ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. എന്തായാലും യേശുദാസേട്ടൻ നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചു. വളരെ നന്ദി ചേട്ടാ. ചേട്ടൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൂടുതൽ സജീവമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഒരുപാട് നാൾ അങ്ങയുടെ സേവനം സമൂഹത്തിൽ ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ലഭിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി മറ്റൊരു വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും